ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതെന്തിനാന്ന് വെച്ചാൽ സംശയങ്ങൾ ധാരാളം ഉണ്ടാകും. ഷുഗർ രോഗമുള്ള ആൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയെന്നില്ല എനിക്ക് ശരിക്കും മനസ്സിലാവും. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഭയപ്പെടേ വേണ്ട. 100% നിങ്ങളെ ഷുഗറിൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. പക്ഷെ നിങ്ങളൊരു ഗ്യാരണ്ടി തരണം. ഞങ്ങളെ ഷുഗർ മാറാൻ, അഥവാ ഈ മരുന്ന് കൊണ്ട്, ഈ ഭക്ഷണം കൊണ്ട്, ഭക്ഷണത്തിന് മരുന്നാക്കിക്കൊണ്ട് കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഷുഗർ മാറും എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളത് ചെയ്യും, പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് തരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ഷുഗർ അസുഖം മാറും. അതിന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണിച്ചു തരുന്ന പ്രാക്ടിക്കലായിട്ട്, പറഞ്ഞുകാണ്ട് മാത്രമല്ല, പറഞ്ഞുകാണ്ടും ചെയ്യുമ്പം ആൾക്കാർക്ക് അത്രക്ക് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലെ കഴിക്കേണ്ടത് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്താണ്, ഉച്ചക്ക് കഴിക്കേണ്ടത് എന്താണ്, രാത്രി കഴിക്കേണ്ടത് എന്താണ്, അതിൻ്റെ ഇടയിൽ കഴിക്കേണ്ടത് എന്താണ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ്, പല വീഡിയോസായിട്ട് ഞാൻ ഇട്ടുകൊണ്ടേ നിൽക്കുകയാണ്. കാരണം ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു വരുമ്പം അത് ഈ വിഷയം എന്താണ്, വർഷങ്ങളോളം ഈ ഷുഗർ പേറി നടക്കുന്ന മനുഷ്യന്മാർ, വർഷങ്ങളോളം ആരോഗ്യം വെലിഞ്ഞ് ഒട്ടി, ചിലർ തടിച്ച് കൊഴുത്ത് നടക്കാൻ വയ്യാത്ത രൂപത്തിലാകുക, ചില ആളുകൾ മെലിഞ്ഞ് വരിക, ഷുഗർ കൂടും, ഇന്ന് കൂടിയിട്ടുണ്ടോ, പല പ്രശ്നത്തോട് കൂട്ടിയിട്ട് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുക. ഷുഗർ രോഗികൾക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ട് 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായി കിട്ടൽ തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അപ്പോൾ പറഞ്ഞോളൂ. എത്ര? 2 ആഴ്ച കൊണ്ട്. ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ബ്ലഡിൻ്റെ ഷുഗർ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 1 മാസം കൊണ്ട് നിങ്ങളെ ബ്ലഡിൻ്റെ ഷുഗർ കുറഞ്ഞു വരുന്നതായി കാണാം. 2 റിസൾട്ട് നിങ്ങൾ കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ ആസ്വദിക്കുകയും, എനിക്കിത് എന്തുകൊണ്ട് കുറച്ച് മുന്നേ കിട്ടിയില്ല. ഞാൻ ഇത് വെറുതെ തമാശക്ക് പറയുന്ന ഒരു കാര്യമല്ല, എൻ്റെ ദൗത്യമാണ്. ഞാൻ ഈ ശബ്ദം പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഒരാൾക്കാണ് എൻ്റെ ഉപകാരം കിട്ടണമെങ്കിൽ ആ ആള് എനിക്ക് വേണ്ടി സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക, അവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അസുഖം മാറണമെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളത് കാണുക, മനസ്സിലാക്കുക, കേൾക്കുക, അനുഭവിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്കിത് മാറി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലും, നിങ്ങളുടെ സഹോദരന്മാർക്കും, നിങ്ങളുടെ അയൽവക്കത്തുക്കും, നിങ്ങളുടെ കുടുംബത്തിനും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം. ഒരു ബട്ടൺ, ഒരു സ്വിച്ച് അമർത്തേണ്ട മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ ഒരു സ്വിച്ച് അമർത്തിനോട് കൂടിയിട്ട് ഒരു ഷുഗർ രോഗി, മാനസികമായി സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു ഷുഗർ രോഗിക്ക് ഒരു ആശ്വാസത്തിൻ്റെ നക്കലായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എൻ്റെ ലിങ്ക് അതിൽ വരും, അതിൽ നിങ്ങൾ അമർത്തിക്കൊണ്ട് വീഡിയോസ് മുഴുവൻ ചെക്ക് ചെയ്യണം. ധാരാളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിൽ മലയാളത്തിൽ ഷുഗറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ മാത്രം നോക്കിയാൽ മതി. എൻ്റെ ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗറിനായിട്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ ഷുഗർ എന്നുള്ള വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ചെയ്ത വീഡിയോസുകൾക്ക് മലയാളത്തിൽ ഇതേപോലെ തംബ്ലൈൻ കാണൂല. പക്ഷെ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാകും. നെക്കി വിഷയം കേട്ടാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഷുഗറിനെ കുറിച്ചാണ്. അത് കേൾക്കുക. ഇത് ഞാൻ ഓരോ ക്ലാസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ നിൽക്കും. അത് എൻ്റെ ഒരു കടമയാണ്. നിങ്ങൾക്കത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അത് നിങ്ങളിഷ്ടമാണ്. അത് ജീവിതത്തിൽ പകർത്താതിരിക്കുകയോ അത് നിങ്ങളിഷ്ടമാണ്. അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. പകർത്തിയാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ്. പകർത്തിയിട്ടില്ലെങ്കിൽ
നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾ അസുഖം മാറൂല. നിങ്ങൾ മരുന്ന് കുടിച്ചിട്ട് നിങ്ങൾ അസുഖം മാറ്റുമെങ്കിൽ നിങ്ങൾ മരുന്ന് കുടിച്ച് മാറ്റിക്കോളി. നിങ്ങൾ ഇൻസുലിൻ അടിച്ചിട്ട് നിങ്ങൾ അസുഖം മാറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളി. മാറിയതായിട്ട് നിങ്ങളത് അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കണം. എൻ്റെ ഇൻസുലിൻ ഞാൻ കുത്തിയതുകൊണ്ട് ഇപ്പം ഞാൻ ഇൻസുലിൻ എടുക്കണില്ല, എൻ്റെ ഷുഗർ മാറി. ഞാൻ ഗുളിക കുടിക്കുന്നുണ്ട്, ഇനി എനിക്ക് ഗുളിക കൊടുക്കാതെ ജീവിക്കാൻ കഴിയും, എൻ്റെ ഷുഗർ മാറി. ഒരു മെസ്സേജ്, ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യണം. ഇന്ന് വരെ അറിഞ്ഞാൽ എൻ്റെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, കിട്ടാനും പോണില്ല. അതുകൊണ്ട് ഷുഗർ രോഗികളല്ല, ഇനി മുതൽ രോഗികളല്ല. ധൈര്യമായിട്ട് ഞാൻ ധൈര്യം തരുന്നു നിങ്ങൾക്ക്. ഈ ധൈര്യത്തോടു കൂടി നിങ്ങൾ ആർജവത്തോടു കൂടി മുന്നേറാൻ തയ്യാറാണ് എന്ന് നിങ്ങളെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയും, ഞാൻ നാളെ മുതൽ ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നിക്ക് വരണം എന്ന് ഞാൻ വിനീതമായി പറയുന്നു. രോഗം നിങ്ങളതാണ്, ശരീരം നിങ്ങളതാണ്, അനുഭവിക്കേണ്ട നിങ്ങളതാണ്. ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ശരീരത്തിൽ വന്നാൽ ആദ്യം ഡോക്ടർ ചെയ്യുന്നത് ഷുഗറാണ് ചെക്ക് ചെയ്യണത്. ഷുഗർ ചെക്ക് ചെയ്യും. ഷുഗർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ 6 മാസം മുന്നേ എത്ര ഉണ്ട്, എന്നിട്ട് ഇപ്പം എത്ര ഉണ്ട് നോക്കും. ഇന്നത്തെ ബ്ലേഡാണ് വെക്കുള്ളൂ ശരീരത്തിൽ. എല്ലാവർക്കും അനുഭവമല്ലേ, എന്നിട്ട് നമ്മൾ അതിനെ നിസ്സാറാക്കുക. ഇനി ഒരു മുറിവുണ്ടായി, അതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഇതൊന്നുമില്ലാതെ കുടിക്കുന്ന ഗുളികയും അടിക്കുന്ന ഇൻസുലിനും നിർത്തിക്കൊണ്ട് വേണം ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കാൻ. എൻ്റെ വീഡിയോയിൽ ധാരാളമായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഷുഗറിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഓരോ വീഡിയോസും വിലപ്പെട്ടതാണ്, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തവും ക്ലിയറുമായി പറയുന്നത്. ആര് ഷുഗറുള്ള രോഗീൻ്റെ അടുത്തേക്ക് വന്നാലും എന്നോട് ചോദിച്ചാലും ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ ഷുഗറിൻ്റെ മരുന്ന് കുടിച്ച് ടെസ്റ്റ് ചെയ്തെങ്കിലും നോക്കണം. വെറുതെ പറയാണ്, അങ്ങനെ പറയാണ്, ഇങ്ങനെ പറയാണെന്ന് പലതും പറയും. പക്ഷെ ഇങ്ങനെ പറയണോണ്ട് നിങ്ങൾ അസുഖം മാറുമോ? ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഷുഗർ രോഗി പറയണം, അതൊക്കെ വെറുതെ പറയണം, അതൊന്നും നടക്കൂല, ഇങ്ങനെ പറയണമെന്ന് കൂട്ടിക്കൊള്ളി, അവൻ്റെ അസുഖം മാറുമോ? അവനപ്പോൾ ഗുളിക കുടിക്കുകയാണ്, ഇഞ്ചക്ഷൻ അടിക്കുകയാണ്, എന്നിട്ടാണ് അവനെ വിമർശിക്കുന്നത്. എന്നാൽ അവൻ ആ ഗുളികയും ഇഞ്ചക്ഷനും കുടിക്കുന്നത് പോലെ തന്നെ ഈ ഷുഗറിനുള്ള ഞാൻ പറഞ്ഞതുപോലെ ഷുഗറിൻ്റെ ഗുളികയും ഇഞ്ചക്ഷനും മാറ്റി വെച്ചുകൊണ്ട് പിറ്റേന്ന് മുതൽ നിങ്ങൾ ഈ ഭക്ഷണത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിച്ചുകൂടാ? എൻ്റെ ചോദ്യം അതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ, എൻ്റെ വീഡിയോ കാണുന്നവർ കാണുക, മനസ്സിലാക്കുക. നിങ്ങളുടെ അസുഖം മാറണമെങ്കിൽ നിങ്ങൾ ഇതിൽ പ്രവേശിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ഇത് എത്തട്ടെ ഈ സന്ദേശം. നിങ്ങൾക്കൊരു മൊബൈലിനൊരു ഒറ്റ അമർത്തൽ മാത്രം മതി, ഒരാൾ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്, അവന് സുഖപ്പെടാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം സുഖപ്പെടും? നിങ്ങളെ കൊളസ്ട്രോള്, ചീത്തയായ കൊളസ്ട്രോള് കുറയുകയും നല്ലതായ കൊളസ്ട്രോൾ കൂടുകയും ഭംഗിയുള്ള അവസ്ഥയിൽ വരും. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, എന്ത് കൊളസ്ട്രോള് ഫാറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും. ഇതുവരെ കഴിച്ചതൊന്നും ഫാറ്റ് അല്ലേ, അതുകൊണ്ടല്ലേ ഇതൊക്കെ വന്നത്. എന്നാൽ നമ്മൾ കൃത്യമായി ഫാറ്റ് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൂടുകയുമില്ല, കുറയുകയുമില്ല. ഇനി നിങ്ങൾ ഫാറ്റ് ഇല്ലാത്ത ഭക്ഷണം കൂടുതൽ കഴിച്ചാലും കൂടൂല, കുറച്ചാലും കൂടൂല. അതൊരു നോർമൽ റേഞ്ചിൽ നിൽക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് കൊളസ്ട്രോൾ കൂടുന്നത്? ഷുഗറിൽ നിന്ന്. ഷുഗർ, കരളിൽ അടഞ്ഞു കിടക്കുന്ന ഷുഗർ, അതിന് ഗ്ലൂക്കോസ് പുറത്തേക്ക് വരുമ്പോഴാണ് അത് രക്തത്തിലൂടെ കൊളസ്ട്രോൾ ആയിട്ട് കൂടി വരുന്നത്. പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി, ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഷുഗറിനെ കൊളസ്ട്രോളിനെ കുറിച്ച് ഭയപ്പെടേണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ട്, ഇങ്ങനെ ഫാറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാളെ തന്നെ, നേരം വൈകിക്കണ്ട, നാളെ മുതൽ നിങ്ങൾ ഒരാഴ്ച വരെ ഫാറ്റ് കഴിക്കുക. ഫാറ്റ് കഴിച്ചുകൊണ്ട്, ഇപ്പം ഈ പറഞ്ഞ ഫാറ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ റിസൾട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് ഇത് നിർത്തിയതിന് ശേഷം നിങ്ങൾ പിന്നെ നാച്ചുറൽ
ഫാറ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക ഒരാഴ്ച. ആ ഒരാഴ്ച കഴിച്ചിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കാരണം അത് കൂടില്ല കുറയില്ല, നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഉണ്ടോ അതിന് അവിടെ ഉണ്ടാവും. പിന്നെ കൂടും എങ്ങനെ, ചീത്ത മറ്റേ ഈ ഞാൻ പറഞ്ഞ മാതിരി നാച്ചുറൽ ഫാറ്റ്, ബട്ടർ, വെളിച്ചെണ്ണ, ഓലിവ് ഓയിൽ, ശുദ്ധമായ നെയ്യ്, ഇതാണ് നമ്മളെ ഭക്ഷണത്തിൽ കൂട്ടേണ്ടത് ഷുഗർ രോഗിയുടെ. ബാക്കി എന്തുണ്ടോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. പിന്നെ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും എന്ന് പറഞ്ഞ വീഡിയോസ് ധാരാളം ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകമായി കാണുക. ഷുഗർ രോഗികൾക്ക് നന്മയാണ്, അവരുടെ അസുഖം മാറും. ധൈര്യമായി നിങ്ങൾ ചെയ്യുക, നിങ്ങൾ മുന്നേറുക, താല്പര്യത്തോടു കൂടി ചെയ്യുക. 2 ആഴ്ച കഴിഞ്ഞ് ഷുഗർ ചെക്ക് ചെയ്യുക, 1 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. 1 മാസത്തെ ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ രാവിലെ എണീക്കണം, എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ പോകുക, കാണുക, മനസ്സിലാക്കുക. ഇനി വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണുക. വളരെ ഷോർട്ടായിട്ട് പറയാം. ആദ്യം ഞാൻ ലോങ്ങായി പറഞ്ഞു. എന്തിനെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ആൾക്കാരടിയിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർക്കിടയിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ആ ഉദ്ദേശം എനിക്ക് നടന്നു. അപ്പോൾ അവർക്ക് ഇനി ആ വീഡിയോ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അത് സെറ്റാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം എന്താ പറയാൻ പോകുക എന്നില്ല, അതന്നെ ഇനി എൻ്റെ ആവശ്യം. അത് നടന്നു. ഇപ്പം നിങ്ങളത് കുറേ ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോക്കിന് മനസ്സിലാവും എന്താ പറയാൻ പോകുന്നത്. അതന്നെ പറയാനുള്ളൂ, എനിക്ക് ഇതന്നെ പറയാനുള്ളൂ. ഇതിൽ നിന്ന് വേറെ ടോപ്പിക്ക് വേറെ ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ ഞാൻ എന്താ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, പുതിയ ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ആയിരിക്കും കാണുക. അപ്പോൾ അവർക്ക് ആ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് അടുത്ത വീഡിയോ കാണാനല്ലേ മനസ്സ് വരും. ആ മനസ്സ് വരുമ്പോൾ അവർക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണിച്ച വിഷയങ്ങൾ അവർ കാണും. അപ്പോൾ പുതിയ അറിവ് അപ്ലോഡ് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഇത് മാറ്റം വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ അവരുടെ ജീവിതം എന്തായി, ഈ പാതയിലേക്ക് വന്നു. ഈ പാതയിൽ അവർ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത വീഡിയോ വരുന്നത്. അത് അവരെ 1 മാസത്തെ അവരെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളെ മനസ്സിനെ എൻ്റെ സംസാരത്തിലൂടെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്തിന്? നിങ്ങളെ അസുഖം മാറാം. എൻ്റെ അസുഖം മാറാനല്ല, എൻ്റെ അസുഖം മാറാൻ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അസുഖം മാറാൻ നിങ്ങൾക്കിത് സത്യസന്ധമായി തോന്നുന്നു എങ്കിൽ, അനുഭവിച്ചറിയണം എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. വീഡിയോ നീളുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെയല്ലാതെ 1.5 വർഷം ഞാൻ മനസ്സിലാക്കിയ സത്യം, രാവും പകലും ഉറക്കം ഊണൊഴിച്ചാണ്ട് ബേജാറായി മനസ്സ് ടെൻഷനായി ഉണ്ടാക്കി മനസ്സിലാക്കിയൊരു സത്യം ഇന്ന് എനിക്ക് 100% മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അത് സത്യമാകും, അവർക്കത് മാറുമെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അത് പറയില്ല. കാരണം ഞാൻ പൊട്ടനൊന്നുമല്ല ഇത്രയും ആൾക്കാർക്ക് തെറ്റായൊരു മെസ്സേജ് കൊടുക്കാൻ. ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നതിനെക്കാട്ടിലും എൻ്റെ സൃഷ്ടാവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. തെറ്റായൊരു മെസ്സേജ് കൊടുത്തുകാണ്ട് തെറ്റായ രീതിയിൽ നിങ്ങൾക്ക് തെറ്റായൊരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എനിക്ക് സർവശക്തനായ രക്ഷിതാവ് തരും. ഇപ്പം ഞാനത് ആഗ്രഹിക്കുന്നില്ല. അപ്പം സത്യസന്ധമായി പറയുമ്പോൾ വെറുതെ കിട്ടുമ്പോൾ അത് നമ്മൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. നമ്മൾ മാർക്കറ്റ് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് പോയി കണ്ട് ചൂല് വാങ്ങണ മാതിരിയാണ്. സാധാരണ വീട്ടിൽ കൂടെ കൊണ്ടുവരുന്ന ആൾ ചൂലിന് 25 റുപ്യ 10 റുപ്യ 15 റുപ്യ പറഞ്ഞാൽ നമുക്ക് പറ്റൂല, അതിൻ്റെ ക്വാളിറ്റി പറ്റൂല. ഇല്ലെങ്കിൽ അതിന് നമ്മൾ തർക്കിക്കാൻ നോക്കും. അതേ സാധനം സൂപ്പർ മാർക്കറ്റിൽ പോയാലോ അവിടെ ടാഗും വെച്ച് കണ്ട് ആ ചൂലുമ്പോൾ തന്നെ ഒരു ടാഗ് ഒരു 10 150 ടാഗ് വെച്ചാൽ നിങ്ങൾക്ക് ആ ചിറിച്ചുകൊണ്ട് ആ വലിയ ബക്കറ്റിലിട്ടാണ് ഉന്തി നടക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അതും ചൂല് തന്നെയാണ്, ഈർക്കിലിൻ്റെ തെങ്ങിൻ്റെ. ഈ കൊണ്ടുവന്നതും ചൂല് തന്നെ ആയിരുന്നു. പക്ഷെ എന്താ വ്യത്യാസം? ഇതിങ്ങനെ റോട്ടിൽ കൂടെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിച്ചു, നിങ്ങൾക്ക് പറ്റിയില്ല. മറ്റേ നിങ്ങൾ കാറിൽ പോയി 4 ആളടിയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തു, അത് ഭയങ്കര ഒരു പേര്, അതിന് 150 ആയ കുഴപ്പമില്ല, ഇവിടെ 25 ആയ കുഴപ്പമാണ്. ഇതേ അവസ്ഥയുള്ള എല്ലാ കാര്യത്തിൻ്റെയും. ഇപ്പം ഞാൻ അത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യും, ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്യൂല. അപ്പം അതുകൊണ്ട് ഈ ഷുഗർ മാറണം. ഈ കൊലയാളിയെ, ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഈ കൊലയാളിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആട്ടി അകറ്റണം. വർഷങ്ങളോളം ഇത് പേറി നടന്നില്ലേ ഓരോരുത്തരും. ഇനിയെങ്കിലും ഒരൊറ്റ മാസം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങളെ പായവസ്ഥയ്ക്ക് പോയിക്കൊള്ളി. പക്ഷെ 1 മാസം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്കും വേണ്ടി
ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ വീഡിയോസുകൾ കാണുക. ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണിച്ചു തരുന്ന നിരവധി വീഡിയോസ് ഉണ്ട്. ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്ലോഡ് ചെയ്യും, രാവിലെ കുടിക്കേണ്ട അപ്ലോഡ് ചെയ്യും, അതിൻ്റെ അടിയിൽ കുടിക്കേണ്ടത് അപ്ലോഡ് ചെയ്യും, രാത്രി കുടിക്കേണ്ട അപ്ലോഡ്, ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. നിങ്ങൾ കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. നീണ്ടതിന് സോറി. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. താങ്ക് യു.